ഹലോ, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വീണ്ടും ഓടാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഓട്ടം കിട്ടി, അവരെ ഡ്രോപ്പ് ചെയ്തു. അപ്പം ഞാൻ അടുത്ത ആൾക്കാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഓട്ടമൊന്നും വന്നിട്ടില്ല. ഇപ്പം ഇവിടെ തണലിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് തണലിൽ കിടക്കാം, എന്നിട്ട് നോക്കാം. ഇവിടെ പ്രത്യേകിച്ച് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഓട്ടം കിട്ടൂല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ സാധാരണ സൺഡേ ഇറങ്ങാത്തതാണ്, പക്ഷേ എനിക്ക് ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടായിട്ട് ഞാൻ ഓടാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇപ്പോൾ ഇച്ചിരി തണലുണ്ട്, തണലിൻ്റെ ജസ്റ്റ് 5 മിനിറ്റ് നോക്കാം. ചിലപ്പം നമുക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചില ഏരിയയിൽ നമ്മൾ പോയി കിടന്നാൽ അവിടെ എത്ര കിടന്നാലും നമുക്ക് ഓട്ടം കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. അപ്പം അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ സിറ്റിയുടെ ഭാഗത്തോട്ട് പോയി കിടക്കും. അപ്പോൾ അവിടെ അങ്ങോട്ട് ചെന്നാൽ മിക്കവാറും ഓട്ടം കിട്ടും. 90% ഓട്ടം കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇവിടെ കിട്ടാൻ ചാൻസ് ഉണ്ടോയെന്നറിയില്ല. എന്തായാലും നോക്കാം. തിരക്കുള്ള ദിവസമാണെങ്കിൽ നമുക്കങ്ങനെ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പം ഓരോ കസ്റ്റമർ വിട്ട് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ഉടനെ ഓട്ടം കിട്ടുന്നതാണ്. നല്ല തിരക്കുള്ള ദിവസമായുണ്ട്. ഇന്ന് നല്ല തിരക്കുണ്ട്, ഔട്ട് സൈഡിലൊക്കെ നല്ല തിരക്ക് കാണുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തിന് ഉണ്ടോ അറിയില്ല. എന്നാലും ഇവിടുന്ന് മൂവ് ചെയ്ത് നോക്കാം, അറിയത്തില്ല ഇവിടുന്ന്. പക്ഷേ ഈ ഭാഗത്ത് വല്ല തിരക്കൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മളിവിടെ കിടന്നിട്ട് കാര്യമില്ല. കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോയി നോക്കാം, മെയിൻ സിറ്റി സൈഡിലോട്ട്. നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാലും ചിലപ്പം നമ്മൾ ഓരോ 2-3 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം വീണ്ടും തിരിച്ച് ഇങ്ങോട്ടത്തേക്ക് ഓട്ടം കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വീണ്ടും ഇങ്ങോട്ട് വരണം. നമ്മൾ വെയിറ്റ് ചെയ്യാൻ ഇവിടെ റെഡിയാണെങ്കിൽ കുഴപ്പമില്ല, 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. പക്ഷേ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം കിട്ടും, ചിലപ്പം കിട്ടത്തില്ല. ചില സമയത്തൊക്കെ അങ്ങനെ നമുക്ക് ഒരുപാട് നല്ല തിരക്കുള്ള സ്ഥലത്ത് തന്നെ പോയി കിടന്നിട്ട് ചിലപ്പം ചില സമയത്ത് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. പിന്നെ ഓടി നോക്കാം. ഇപ്പം ചില ഏരിയയിൽ ഡ്രൈവേഴ്സ് ഇല്ലെങ്കിൽ നമ്മളെ ചിലപ്പോൾ ഒരു ഓട്ടം കൊണ്ട് അവിടെ ആ ഏരിയയിൽ കൊണ്ടിടും. പിന്നെ ആ ഏരിയയിൽ ഓട്ടം ചിലപ്പോൾ കിട്ടാൻ വേണ്ടിയെല്ലാം ആയിരിക്കും. അവിടെ കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഏരിയയിൽ ഓട്ടം ചിലപ്പോൾ 1 by 1 ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. നേരിട്ടും തരം ഓട്ടം വന്നിട്ടില്ല. ഓട്ടം കിട്ടും, പക്ഷേ അത് നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ്, എപ്പോഴാണ് ഇത് അടിക്കുന്നത് അറിയത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇന്നത്തെ കാര്യങ്ങൾ. ഈ ഭാഗത്തൊന്നും പാർക്ക് ചെയ്യാനും പറ്റത്തില്ല, അതിന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ല. ഏതെങ്കിലും സ്ഥിരമായിട്ട് നമ്മൾ പാർക്ക് ചെയ്യുന്ന ഏറിയ ഭാഗം ഉണ്ടെങ്കിൽ അവിടെ പോയി വണ്ടി കൊണ്ടുപോയിട്ട് അവിടെ പാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ മെയിൻ സിറ്റി സൈഡിലോട്ട് പോകണം. അടുത്ത സിഗ്നൽ വന്നു, സിഗ്നൽ വെയിറ്റ് ചെയ്യാം. എന്തായാലും ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. എന്തായാലും പോയി എടുക്കാം അവരെ.
യു ടേൺ എടുക്കണം. യു ടേൺ എടുത്തിട്ട് എന്താ ചെയ്യുക, ഇവിടെ യു ടേൺ എടുക്കണം. ഇവിടെ പോയി ഇവിടുന്ന് യു ടേൺ എടുക്കണം. യു ടേൺ എടുത്തിട്ട് പോകണം. നമ്മൾ രണ്ട് വല്ലാത്തൊരു സൈഡിലാണ് കിടന്നത്, അതുകൊണ്ടാണ് ഇപ്പം യു ടേൺ എടുക്കേണ്ടി വന്നത്. അപ്പം യു ടേൺ വരേണ്ടി വരുന്നത് ചിലപ്പോൾ 1/2 കിലോമീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ പോയിന്റ് സ്റ്റേഷൻ നമുക്ക് യു ടേൺ എടുക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഇവിടെ ഒരു 300 മീറ്ററിനുള്ളിൽ ഒരു യു ടേൺ ഉണ്ട്. നമ്മുടെ യു ടേൺ എടുത്തു. അപ്പം കസ്റ്റമർ അവിടെ വെയിറ്റ് ചെയ്യണം. വലിയ ദൂരമില്ല, 2 കിലോമീറ്ററേ ഉള്ളൂ. അതെ, ഇന്ന് പൊതുവെ നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ആൾക്കാരൊക്കെ ഒരുപാട് ഔട്ട് സൈഡിലുണ്ടെന്ന്. തിരക്കില്ലെങ്കിൽ നമുക്കറിയാൻ പറ്റും, റോഡൊക്കെ സൈലൻ്റ് ആയിരിക്കും. പക്ഷെ ഇന്ന് നല്ല ഇത് കാണുന്നുണ്ട്. അപ്പം തിരക്കുണ്ടെന്നാണ് എൻ്റെ ഒരു അർത്ഥം. ഞായറാഴ്ച സാധാരണ എല്ലാവരും ഇതപ്പെട്ടവരൊക്കെ എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന ദിവസമായിരിക്കും. അപ്പം എനിക്കിപ്പോൾ കഴിഞ്ഞ ആഴ്ച എനിക്ക് അങ്ങനെ അധികം ഓടാനും പറ്റിയില്ല, ഫുള്ള് വീട്ടിൽ സ്റ്റക്കായിരുന്നു. അപ്പം ഇന്ന് വൈഫിന് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പം അവർ ഇന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് ഉച്ച കഴിഞ്ഞ് ഇറങ്ങിയതാണ്. റൈറ്റ് സൈഡിലാണ് ഉള്ളത്. പോകാൻ ലെഫ്റ്റ് സൈഡിൽ വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാനെങ്കിൽ കസ്റ്റമർ എടുക്കട്ടെ. നമ്പർ ഓക്കെ, ഇവിടാണ്. അവർ ഇറങ്ങി വരുന്നുണ്ട്. ഞാനെങ്കിൽ അവരെ പിക്ക് ചെയ്യട്ടെ. അങ്ങനെ അവരെ വിട്ടു. അടുത്ത ഓട്ടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എല്ലാം അടുത്തടുത്തുള്ള ഓട്ടങ്ങളാണ്. ഇപ്പം ഇവരെ വിട്ട് തന്നെ 3 കിലോമീറ്റർ ഓട്ടോ മാത്രമേ ഉണ്ടായിരുന്നു. ഇവിടെ കിടന്നാലും ഓട്ടം കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും ഇവിടെ വന്നില്ല, വെയിറ്റ് ചെയ്യാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഇവിടെ വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല. പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും പാർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അതേണ്ട അടുത്ത വന്നു. എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. എന്തായാലും അടുത്ത ആളെ എടുക്കാൻ പോകാം.
ഇതൊരു വലിയൊരു എക്സിറ്റാണ്. ഒരു അഞ്ച് എക്സിറ്റുള്ള ഒരു റൗണ്ട് ബോട്ടാണ്. നമുക്ക് മൂന്നാമത്തെ തേർഡ് എക്സിറ്റാണ് കയറേണ്ടത്. അടുത്തതും സെയിം പേരുള്ള ഒരു കസ്റ്റമർ, ഇപ്പം കൊണ്ടുവിട്ട സെയിം പേര്. ഇത് വലിയൊരു എക്സിറ്റാണ്. ഇത് വലിയ എക്സിറ്റ്, പക്ഷേ ഇവിടെ വലിയ തിരക്കില്ല, എന്നാലും വലിയൊരു എക്സിറ്റാണ്. ഈ എക്സിറ്റുകളാണ് നമ്മളെ കൂടുതലും മെയിനായിട്ടുള്ള റോഡിലേക്ക്, അതായത് പോകേണ്ട സ്ഥലത്തേക്ക് വേർതിരിച്ച് നമ്മളെ ഫാസ്റ്റായിട്ട് വിടാൻ ഇടയാക്കുന്നത്. ഒരുപാട് റൗണ്ട് ബോട്ടുകൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് നമുക്ക് പോകേണ്ട ഡെസ്റ്റിനേഷനിൽ പെട്ടെന്ന് പോകാൻ പറ്റും. നല്ല വെയിലുണ്ട്, നല്ല ഫോണിൽ അത് കാണാൻ പറ്റുന്നുണ്ട്.